morning, children. How are you? All of you fine? Now, let's recall the main points that we have learned in the previous class. Which are they? First one, we studied about the parts of a typical flower. Which are they? Pedicel, thalamus, calyx, androecium, gynoecium, corolla. Then next we studied about unisexual flower and bisexual flower. In unisexual flower, it again classified into male flower and female flower. Then bisexual flower. Then another male plant and female plant. All of you studied it. Let's start the next session. Flowers produces fruits and seeds. How it happens? The fruits produce or seeds produce after the process or behind the process is fertilization. What is fertilization? That is the fusion of male gamete from the anther to the female gamete, that is ovules in the ovary or the eggs in the ovary. അതായത് നമ്മൾ പഠിച്ചു പൂവാണ് ഒരു ചെടിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പഠിച്ചു. പൂവിൽ നിന്നാണ് ഫ്രൂട്ട്സും സീഡ്സും ഉണ്ടാകുന്നതെന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാകുന്നതിന് പിന്നിലുള്ള ഒരു പ്രക്രിയയുണ്ട്, അതാണ് ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ? അതായത് ഒരു പൂവിലെ മെയിൽ ഗാമീറ്റ്സ്, ആന്തറിലുള്ള മെയിൽ ഗാമീറ്റ്സ് സ്റ്റിഗ്മയിൽ, ഗൈനേഷ്യത്തിലെ സ്റ്റിഗ്മയിലെത്തി അതിൽ നിന്നും നേരെ സ്റ്റൈലിലൂടെ ഓവറിയിലെത്തുന്നു. അവിടെ ഓവ്യൂൾസ് അഥവാ എഗ്സ് ഉണ്ട്. അതുമായിട്ട് നടക്കുന്ന ഫ്യൂഷനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് ഫെർട്ടിലൈസേഷൻ fruits are formed. For this fertilization, first the pollen grains or the pollen from the anther should reach the stigma at first. How does it happen? Most often it is by the organisms such as bees, that is insects, birds, bats and rain, wind, etc. This process, that is the transfer of pollen from the anther of androecium to the stigma of gynoecium, is known as pollination. The factors that helps to pollinating or pollination are known as pollinating agents or pollinators. After pollination, fertilization happens and then fruits and seeds form. അതായത് ഫെർട്ടിലൈസേഷന് മുന്നോടിയായി നടക്കുന്ന പ്രവർത്തനം ആണ് പോളിനേഷൻ. ഫെർട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു, പോളൻസ് സ്റ്റിഗ്മയിൽ എത്തിക്കഴിയുമ്പോൾ ആ സ്റ്റിഗ്മയിൽ നിന്നും സ്റ്റൈലിലൂടെ ഓവറിയിലെത്തി ഓവ്യൂളുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോളൻ എങ്ങനെയാണ് സ്റ്റിഗ്മയിലെത്തുന്നത്? ആ പ്രോസസ്സാണ് പോളിനേഷൻ. അങ്ങനെ എത്താൻ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് സഹായിക്കുന്ന. അത് അനിമൽസ് ആവാം, അതായത് ഓർഗാനിസം, ചെറിയ ഇൻസെക്ട്സ് ആവാം, കാറ്റാവാം, അല്ലെങ്കിൽ മഴവെള്ളം ആവാം. എന്തായാലും അവയെ സഹായിക്കുന്ന, ഈ പോളിനേഷന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് പോളിനേറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പൂവിലെ മെയിൽ ഗാമീറ്റ്സും അതുപോലെ ഫീമെയിൽ ഗാമീറ്റ്സ്, അതായത് എഗ്സ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്ന പ്രവർത്തനമാണ് പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ആന്തർ പോളൻസ് നേരെ ഗൈനീഷ്യത്തിലെ സ്റ്റിഗ്മയിൽ എത്തിച്ചേരുന്ന പ്രവർത്തനമാണ് പോളിനേഷൻ. There are several kinds of pollination: self-pollination, cross-pollination, artificial pollination, etc. What is meant by self-pollination? It is the process or it is the transfer of pollens from one flower to the stigma of the same flower or another flower of the same plant is known as self-pollination. അതായത് ഒരു ചെടിയിലെ ഒരു പൂവിലെ പോളൻസ് ആ പൂവിലെ തന്നെ സ്റ്റിഗ്മയിലോ അല്ലെങ്കിൽ
അതേ ചെടിയിലെ മറ്റൊരു പൂവിലോ പതിക്കുന്ന പ്രക്രിയയാണ് സെൽഫ് പോളിനേഷൻ. എക്സാമ്പിൾ, many kinds of orchids, then paddy, wheat, some peas, etc. അവിടെയൊക്കെ ചിലതരം ഓർക്കിഡുകളിലൊക്കെ നടക്കുന്നത് സെൽഫ് പോളിനേഷനാണ്. Then another kind of pollination, cross pollination. It is the transfer of pollen from the anther of one flower to the stigma of other flower of another plant of same kind is known as cross pollination. അതായത് ഒരു പൂവിലെ പോളൻസ് മറ്റൊരു ചെടിയിലെ അതേ വർഗത്തിലെ മറ്റൊരു ചെടിയിലെ വേറൊരു പൂവിലെ സ്റ്റിഗ്മയിൽ പതിക്കുന്നതാണ് ക്രോസ് പോളിനേഷൻ. ആപ്പിൾ, സ്ട്രോബെറി ഇതിലൊക്കെ ക്രോസ് പോളിനേഷനാണ് നടക്കുന്നത്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഇൻ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, ഹ്യൂമൻസ് take anther or pollens from the super quality flowers or super quality plants and dust it on a stigma of other plants to producing high yielding seeds. Example, vanilla. അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉയർന്ന തരം ഹൈ ക്വാളിറ്റി പ്ലാന്റ്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യർ തന്നെ പോളൻസ് എടുത്ത് മറ്റൊരു പൂവിലെ സ്റ്റിഗ്മയിൽ പതിപ്പിച്ച് ഹൈ ക്വാളിറ്റി സീഡ്സ് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വാനില നമ്മുടെ സ്ഥലത്ത് ഉണ്ടാകുന്നതല്ല, അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻസ് ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായി ചെയ്യും. ഓക്കെ.